ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കിയുള്ള നമ്മുടെ ക്രിസ്മസിൻ്റെ ഇലുമിനേഷൻ സമൻ ചെയ്യണതും പിന്നെ ബ്രോഡ്വേയിൽ ഞങ്ങളെ പള്ളിയിലത്തെ കുറച്ച് ഗ്യാങ് എല്ലാവരും ഇല്ല, 3-4 പേര് മിസ്സിങ് ഒക്കെ പോയിട്ടുള്ള കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് കാണാം. ഫുൾ കഴിഞ്ഞിട്ട് കാണിക്കാം. രാത്രി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ ഗ്ലാസ് ഇങ്ങനെ കത്തുമ്പോൾ നല്ല രസമായിരിക്കും. ഇത് മാറ്റേ സൂപ്പറായിട്ടാ. ബാക്കിയുള്ള ബൾബ് വെച്ചിട്ട് അവൻ സ്റ്റാറിൻ്റെ ഷേപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനാണ് സെലോ ടേപ്പ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ നിന്നാണെങ്കിൽ ഫുൾ ഇങ്ങനെ കട്ടായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെറ്റ് ഇതുള്ളതുകൊണ്ട്, ലൈറ്റ് ഉള്ളതുകൊണ്ട് അവൻ സ്റ്റാർ ഉണ്ടാക്കാം. സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഞാൻ സെലോ ടേപ്പ് വെട്ടി കൊടുക്കണം, അവൻ ഉണ്ടാക്കണം. അതും കൂടി ഫൈനൽ. ഇനിയൊന്നും ഇല്ല, നമുക്ക് ലൈറ്റ് കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി എല്ലാം കഴിഞ്ഞ കാണിച്ചാൽ. അപ്പോൾ ഇതാട്ടെ നമ്മുടെ ഫൈനലായിട്ട്. ബാക്കി ഇപ്പം എല്ലാം കഴിഞ്ഞു. 2 സ്റ്റാർ ഇട്ടു. 3ാമത്തെ സ്റ്റാർ അവൻ ഷേപ്പിൽ ആ ലാസ്റ്റത്തെ അതുകൊണ്ട് ബാക്കിയുള്ളത് വെച്ച് ചെയ്തു. അത് നമ്മളുടെ വിൻഡോമേ കേട്ടോ, ട്രീയുടെ ഷേപ്പിൽ അതൊക്കെ ബൾബ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ടില്ലേ? നല്ല രസമില്ലേ? അതിൻ്റെ അപ്പുറത്ത് ഒരു കുഞ്ഞി ട്രീയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ട്രീയുടെ ഷേപ്പ്, 2 ട്രീ ഉള്ള പോലെ ഇപ്പോൾ മൊത്തത്തിൽ നന്നായിട്ടില്ലേ? നിങ്ങൾ പറ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതേ അനുവും ബാക്കി ഞങ്ങളുടെ എല്ലാവരും ഗ്യാങ്ങും. ഇത് ആക്ച്വലി അന്നത്തെ ദിവസം ഈവനിങ്ങിൽ ഞങ്ങൾ പള്ളിയിൽ മാസ് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയതാണ്, ബ്രോഡ്വേ പോയതാട്ടോ. അപ്പോൾ അതേ കണ്ട അവിടുത്തെ തിരക്ക് കണ്ട. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇത്ര നാൾ എറണാകുളത്ത് ഉണ്ടായിട്ടും ഒരു തവണ ഞാൻ പോയിട്ടുണ്ട് ബ്രോഡ്വേ, പക്ഷേ ഇങ്ങനെ തിരക്കാൻ ഞാൻ അമൽച്ചാൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമൽച്ചാട്ട് ഇത്ര തിരക്കിലൊന്നും നമ്മളെ കൊണ്ടുപോകില്ല. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുക. അത് വേറൊരു ഇതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ തിരക്കിലൊക്കെ പോകാനായിട്ട്. അപ്പം കണ്ട, പക്ഷേ ഞങ്ങൾ ചെല്ലണ സമയത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എവിടെ നിന്ന് ഏത് സാധനം വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അതിപ്പോൾ ഇതേ മേരി ചേച്ചി, ആൻറ്റി, മീൻ ചേച്ചിനെ കാണാനില്ലല്ലോ. മീൻ ചേച്ചി അപ്പോഴേക്കും ഓറഞ്ചിൽ നിന്ന് നൂല് മേടിക്കാൻ പോയി. അപ്പം ഞാനും പറഞ്ഞു എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് എന്ന് പറഞ്ഞ കട എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പണ്ട് സ്ഥിരം എംബ്രോയ്ഡറി ചെയ്തിരുന്നപ്പോൾ അവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും മേടിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഡെക്കറേഷന് വേണ്ട സാധനങ്ങൾ വാങ്ങി. ഞാനും അമ്മനും കൂടിയിട്ട് അവിടെ നിന്ന് ഈ കടയിൽ നിന്ന്, ഇതാണ് ഓറഞ്ച്. ഇതേ അപ്പോഴേക്കും മേരി ചേച്ചിയുടെ അവിടേക്ക് വന്നു കേട്ടോ. അവൾ സ്കൂട്ടറിൽ വന്നു. ഞങ്ങളെല്ലാവരും ബസ്സിനാണ് വന്നത്. അവിടെ നിന്ന് ഞങ്ങളുടെ വണ്ടി അവിടെ പള്ളിയിൽ വെച്ചിട്ട് വന്നു. അല്ലെങ്കിൽ ഇവിടെ വരെ എത്തുമ്പോഴേക്കും ഭയങ്കര ട്രാഫിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും കുറച്ച് പേരെ കൂട്ടം തെറ്റിപ്പോയി. ഞാനും ഇവരെ കാണാണ്ട് കുറേ നേരം കഴിഞ്ഞു. ഇത് എപ്പോഴേക്കും ഇതാണ് മേത്തർ ബസാർ, എല്ലാവർക്കും അറിയാം. ഞാൻ ഫസ്റ്റ് ടൈം ഇതിൻ്റെ ഉള്ളിൽ പോകണം കേട്ടോ. എൻ്റെ പൊന്നെ, ഞങ്ങൾ കടന്നതോ ഓർമ്മയുള്ളൂ. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, വെറുതെ നിന്നു. ഇങ്ങനെ ആൾക്കാർ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കോളും. പിന്നെ ഏത് നോക്കണമെന്ന് കൺഫ്യൂഷൻ. ലൈറ്റുകൾ വാങ്ങിക്കാനൊന്നും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. ആൾക്കാർ അത്രയും ജനങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇടുങ്ങിയ വഴിയല്ലേ, നിങ്ങൾക്കറിയാലോ. മേത്തർ ബസാറിൽ പോയ ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഇത് ബ്രോഡ്വേ ഈ ഓറഞ്ച് വരെ പോവും, സാധനം വാങ്ങിക്കും എന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂട്ടം തെറ്റിയില്ല. കണ്ട ലൈറ്റുകൾ കണ്ട, എന്ത് രസമല്ലേ? കൂട്ടം തെറ്റി. ഞാനും അമ്മനും ഒരുമിച്ചായി. ബാക്കിയുള്ളവരൊക്കെ മുമ്പിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് റോഡിലെത്തി. ഞങ്ങൾ പക്ഷേ പോയി അതിൻ്റെ ഇടയിൽ കണ്ട സ്റ്റാർസ് മാത്രമുള്ളത്. എന്ത് രസമല്ലേ? ഏത് സ്റ്റാർ വാങ്ങണമെന്ന് കൺഫ്യൂഷനാണ്. പക്ഷേ ഈ രാത്രി പോയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. വാങ്ങിക്കാനൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല, ആൾക്കാരെ നമ്മളിങ്ങനെ തള്ളിയിട്ട് പോവും. രാവിലെയൊക്കെ പോയിട്ട് വാങ്ങിക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു. രാവിലെ എനിക്കറിയില്ല, എനിക്ക് അവിടെ ഇത്ര തിരക്കുണ്ടാവില്ല. രാത്രി ഈ ലൈറ്റൊക്കെ കത്തി കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അതായിരിക്കും തോന്നണം എനിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ പോയി എത്തിയതൊരു ഗോഡൗൺ, അവിടെ എൻഡിങ് കഴിയുന്നിട്ട് തിരിച്ച് ഞങ്ങൾ മടങ്ങി. കറക്റ്റായിട്ട് എത്തിയിട്ടപ്പോഴേക്കും കണ്ട സ്റ്റാഴ്സിൻ്റെ വെറൈറ്റി സ്റ്റാഴ്സുകൾ, ഇപ്രാവശ്യത്തെ സ്റ്റാഴ്സ് അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയിട്ടാ. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഭേദമായി. മറ്റേത് ശ്വാസം മുട്ടിയ പോലെയായിരുന്നു. ഇത് കണ്ട വലിയ സാൻഡ. അപ്പോൾ അനുവിനൊരാഗ്രഹം അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പം ഞാൻ അവിടെ നിന്നിട്ടൊരു വീഡിയോ എടുത്തു കൊടുത്തു. അനുവിനോട് പറഞ്ഞു അവിടെ നിൽക്കാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ? നല്ല രസമുണ്ട്. ഫോട്ടോ അല്ല കേട്ടോ, ഞാൻ വീഡിയോ എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഈ കട എനിക്ക് പേരറിയില്ല, അത് പുറത്തേക്ക് വന്നിട്ട് ഇത് മേത്തർ ബസാറിലുള്ളതല്ല.
അവിടുന്ന് പിന്നെ നമ്മളുടെ യൂണിറ്റിലേക്ക് ആവശ്യമുള്ള കുറേ ക്യാപ്പുകളും പിന്നെ എല്ലാവർക്കും വീടുകളിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കൂടി ഞങ്ങളും ഇവിടുന്ന് വാങ്ങിയിട്ടാണ്. എല്ലാവരും അവിടുന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നു, ക്ഷീണിച്ചു. അപ്പോഴേക്കും മുഖം കണ്ടാൽ അറിയാം ആ തിരക്കിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ഞങ്ങൾ മൊത്തത്തിൽ ക്ഷീണിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, ബ്രോഡ്വേയുടെ ഉള്ളിൽ തന്നെയായിരുന്നു ഒരു ഹോട്ടൽ തൊട്ടപ്പുറത്ത്. ഞങ്ങൾക്ക് വയ്യാണ്ടായപ്പോൾ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഫുഡ് കഴിക്കാമെന്ന് ഞാൻ കയറി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത്, മീൻ ചേച്ചി പറഞ്ഞു ഇത് ഓഷുവിന്, മീൻ ചേച്ചിയുടെ മോളെ ഓഷുവിന് പുതിയ ജോലി കിട്ടിയതിൻ്റെ ട്രീറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓഷുവിൻ്റെ ട്രീറ്റായിരുന്നു. അപ്പോൾ ഓഷുവിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ബാക്കി കുറച്ച് പേരും കൂടി മിസ്സിങ്ങാണ്, അവർക്ക് ആ ട്രീറ്റ് മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സ്റ്റാമിനയൊക്കെ ആയി. അത് കഴിഞ്ഞ് വീണ്ടും നടന്നു. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഥയാണ്. മെറൈൻ ഡ്രൈവിലേക്കാണ് ഞങ്ങൾ പോണേ. ഞാനും അമനും അനുവും കേട്ടിട്ടുള്ളതാ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. മെറൈൻ ഡ്രൈവിൽ ഏറ്റവും വലിയ വേൾഡിലെ ബിഗ്ഗസ്റ്റ് ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ച് പോയതാണ്. ഞങ്ങൾ ചോദിക്കണവർ മുഴുവൻ പറഞ്ഞു അങ്ങനൊരു ട്രീ അവിടെ ഇല്ലയെന്ന്. ഞങ്ങൾ പക്ഷെ വിട്ടില്ല. ഞങ്ങൾ പോണ വഴിയിൽ അവിടെ എത്രയായിട്ട് മുമ്പ് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നുട്ടാ. എത്തണില്ല. ഞങ്ങൾ മെറൈൻ ഡ്രൈവ് എത്താൻ കുറേ സമയം എടുത്താലും നമുക്കതൊരു വിഷയമായിരുന്നില്ല. രാത്രി ആ മെറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ്. അത് എറണാകുളത്തുള്ളവർക്കറിയാം, ഭയങ്കര. അപ്പോൾ ഇവർ സ്കൂട്ടറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറേ പേരോട് ചോദിച്ചു, GCDയും ചുങ്കത്തും കൂടിയിട്ടാണ് മെറൈൻ ഡ്രൈവിൽ ആ ട്രീ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ പോയി. എന്നിട്ട് ഞങ്ങളവിടെ ഫുൾ കറങ്ങി. അങ്ങനൊരു ട്രീ അവിടെ ഇല്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് എന്ത് ഫേക്ക് ന്യൂസാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് 3 പേർക്കും ഒരു അബദ്ധം പറ്റി, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, കുറച്ച് നേരം അവിടെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും രാത്രി നല്ല രസമുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ആ നേരം ആയതുകൊണ്ട് രാത്രി നല്ലൊരു 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല. സ്റ്റെപ്പൊക്കെ കയറി. അപ്പോൾ ആനിയാൻ്റിക്ക് ആഗ്രഹം മറ്റേ ബാക്കിലത്തെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. ആ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും പിടിച്ച് നിർത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ആനിയാൻ്റിക്കായിരുന്നു അവിടെ നിന്നിട്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവരുടെ ധാരണ ഞാൻ ഫോട്ടോ ആണ് എടുക്കണേന്ന് വെച്ചിട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അവരെ ഞാൻ പറ്റിച്ചു. ഞാൻ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോൾ അമ്മനും അനുവിൻ്റെ മോനാട്ടാ റൂബനും അവരുടെ ഫോട്ടോ സെഷനായിരുന്നു. അപ്പോൾ ഇത് അനുവാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ അപ്പോഴേക്കും 10 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഊബർ ഓട്ടോ 2 ബുക്ക് ചെയ്ത് ഞാനും അനുവും റൂബനും അനുവിൻ്റെ മോൻ റൂബനും അമ്മനും ഒരു വണ്ടിയിൽ, ആനിയാൻ്റെയും മീനു ചേച്ചിയും ഒരു വണ്ടിയിൽ. അങ്ങോട്ട് അവർ നേരെ വീട്ടിൽ പോയി. ഞങ്ങളുടെ വണ്ടി പിന്നെ പള്ളിയിലിരിക്കുന്നുണ്ടായിരുന്നു. മേരി ചേച്ചി അനുവും അവർ സ്കൂട്ടറിൽ വന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയൊരു ദിവസമായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ 10:30 മണിയായി ഗൈസ്. പക്ഷേ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ തിരിച്ച് നമ്മുടെ പള്ളിയാണ്, പാലാരിവട്ടം പള്ളിയിൽ വന്ന് വണ്ടിയെടുത്ത് തിരിച്ചു പോയി.